തണുപ്പത്ത് നല്ല ചൂടുള്ള ഒരു സൂപ്പ്. അതിന് കുറച്ച് എരിവും പുളിയും കൂടി ഉണ്ടെങ്കിൽ ഗംഭീരമായി. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോട്ട് ആൻഡ് സർവ് ചിക്കൻ സൂപ്പാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കവിത ഷുഗർ ആൻഡ് സ്പൈസിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പണി തുടങ്ങാം. ആദ്യം നമുക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു വലിയ സോസ് പാനിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, ക്യാരറ്റ്, സെലറി, ചിക്കൻ, കുരുമുളക്, വെള്ളം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇതൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് അരിച്ചെടുക്കാം. ഒരു 4 ആൾക്ക് കഴിക്കാൻ പറ്റുന്ന അളവിലാണ് ഞാൻ ഈ സൂപ്പ് ഉണ്ടാക്കുന്നത്. ഇത് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ പീസസ് ഒക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കി വെജിറ്റബിൾസ് ഒക്കെ അതിൻ്റെ സത്തൊക്കെ വന്നു കഴിഞ്ഞു, അപ്പോൾ അതൊക്കെ നമുക്ക് കളയാം. ഈ ചിക്കൻ നമുക്ക് ഇതുപോലെ കൈകൊണ്ട് നുള്ളിയെടുത്ത് ഇങ്ങനെ റെഡിയാക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സോസ് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിൽ ഇഞ്ചി, വെളുത്തുള്ളി ഇത് രണ്ടും പൊടിയായി അരിഞ്ഞത് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 30 സെക്കൻഡ് മതിയാവും. അതിനുശേഷം ചോപ്പ് ചെയ്ത ഉള്ളി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതായത് ഒരു കരിയരുത്, ഒരു 1-1.5 മിനിറ്റ് ധാരാളമായിരിക്കും. അതിനുശേഷം നമുക്കിവിടെ ക്യാരറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കാപ്സിക്കം, സെലറി, ഗ്രീൻ ബീൻസ് ഇതൊക്കെ ചെറുതായി അരിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാരറ്റും ബീൻസും ഇട്ടിട്ട് ഒന്ന് വഴറ്റണം. വേവ് കൂടുതലുള്ളതനുസരിച്ച് നോക്കിയിട്ട് വേണം വഴറ്റാൻ. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. പച്ചക്കറികളൊന്നും കരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം കാപ്സിക്കവും സെലറിയും അതോടൊപ്പം തന്നെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ക്യാബേജും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ തുടരെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് അത് ഒരുവിധം വാടിയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു 2 മിനിറ്റ് അതിലിരുന്ന് വെന്തതിന് ശേഷം നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ചില്ലി സോസ്, സോയ സോസ്, ടൊമാറ്റോ കെച്ചപ്പ് ഇത്രയും ചേർക്കാം. ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലൊരു 1/4 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ട് നമുക്കിതിനെ തീ കുറച്ച് വെക്കാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് 1/4 കപ്പ് തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ സൂപ്പിലേക്ക് ഒഴിക്കാം. സൂപ്പ് തിക്കാക്കാനാണ് നമ്മൾ ഈ കോൺഫ്ലവർ ഒഴിക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് നേരത്ത് തന്നെ അത് തിക്കായിക്കോളും. ഇനി നമുക്ക് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് ഇതിലേക്ക് വളരെ പതുക്കെ ഒഴിച്ചു കൊടുക്കണം. ഒറ്റയടിക്ക് ഒഴിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തുടരെ ഇളക്കിക്കൊണ്ട് ഇതുപോലെ മുട്ട ഒഴിച്ചു കൊടുക്കാം. സോസുകളൊക്കെ ചേർത്തതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഫൈനലി ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും സ്പ്രിംഗ് അണിയൻസും 1 ടീസ്പൂൺ വിനിഗറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഹോട്ട് ആൻഡ് സർവ് ചിക്കൻ സൂപ്പാണ് നമ്മൾ വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ ബൈ.